അതാണ് എന്നെ ഈ ബിസിനസ്സിനായിട്ട് എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവം. സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ ലൈഫിനകത്ത് പ്രയാസം ജീവിതകാലം മുഴുവനും പ്രയാസപ്പെടരുത് ഇല്ലേ? ക്യാഷ് ഇല്ലാതെ നമ്മൾ പ്രയാസപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ഞാൻ എന്റെ സമൂഹത്തിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ സ്വന്തം ഭാര്യന്റെ അടുത്ത് പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാണാണോ ഞാൻ എന്നുള്ളതിനെ കുറിച്ച് എന്നെ ചിന്തിച്ചു. കാരണം ഒന്നും അല്ലാത്തടത്തുനിന്നാണ് നമ്മൾ ജനങ്ങളിനകത്ത് ഒരു പെണ്ണ് കടന്നു വരുന്നതാണോ അല്ലേ? എന്ത് പ്രതീക്ഷിച്ചാണ് അവർ വരുന്നത്? നല്ലൊരു ജീവിതം കിട്ടും അല്ലേ? നല്ലൊരു ജീവിതം കിട്ടും. ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെ വന്നാൽ ആക്ച്വലി എന്താ ഉണ്ടാകുക? ലൈഫൊക്കെ കണ്ടപ്പോ അല്ലേ? പക്ഷെ ആ ഒരു ലൈഫിൽ നിന്നും മാറണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. അതിനാണ് ഞാൻ MI ലൈഫ് സ്റ്റൈലിനകത്ത് വന്നത്. ആക്ച്വലി ബിസിനസ്സിനകത്ത് വരുന്നതിന്റെ മുന്നേ ഞാൻ ആക്ച്വലി 4ാം ക്ലാസ് വരെ എഡ്യൂക്കേഷൻ വരെ പോയിട്ടുണ്ടെന്നാണ് അല്ലേ? 4ാം ക്ലാസ് വരെ സ്കൂൾ പോകാൻ എന്താണ് 4ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്താൻ 7 വർഷം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ട് 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. 8ാമത്തെ വർഷം ഇരുന്നാൽ ഇപ്പൊ ഉറപ്പാ 4ാം ക്ലാസ്സിൽ ഞാൻ ഇനിയും പോരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? 4ാം ക്ലാസ്സിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള പഠിക്കുക. സോ ഞാൻ അതുകൊണ്ടല്ല, എനിക്ക് പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പഠിച്ചിട്ടില്ലെങ്കിലും സ്കൂളിൽ നിൽക്കാൻ ഭയങ്കര താല്പര്യം. എന്താണ് കളിക്കാൻ തന്നെ ആ ചെറുപയറും കഞ്ഞിയും അത് വേറെ ലെവലാണ് അല്ലേ? ഇന്ന് പേരക്കാർ എത്ര ഉണ്ടാക്കിയാൽ ആ ചെറുപയറും കഞ്ഞിന് ടേസ്റ്റ് ഒന്നും എന്ത് ചെയ്യില്ല, കിട്ടൂല. പക്ഷെ ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുള്ള സമയത്ത് ഞാൻ ചെറുപയറും കഞ്ഞി ഫസ്റ്റൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ തിന്നാതെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉമ്മക്കും അനിയനും കൊണ്ടുപോയി കൊടുക്കേണ്ട, വല്യമ്മക്കും കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അവിടുന്നാണ് ഞാൻ 4ാം ക്ലാസ്സിൽ വരുന്നത്. കാരണം ഞാൻ ആക്ച്വലി നമ്മൾ 4ാം ക്ലാസ്സിൽ 3ാമത്തെ കൊല്ലം 4ാം ക്ലാസ്സിൽ ഇരിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നോ? ഇരുന്നിങ്ങനെ അവിടെ തായ്പ് പറ്റിയപ്പോ, എവിടെ ആ സ്ഥലം ഞാൻ പറയണ്ടല്ലോ, അവിടെ അങ്ങനെ തായ്പ് തെറ്റിയപ്പോ എന്നോട് ഹെഡ്മാസ്റ്റർ ചോദിച്ച ചോദ്യമാണ്, ഇനി ഇവിടെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? വാപ്പനെ കൊണ്ടുവരാതെ ഇനി എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പ ജയിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രയാസത്തിലാണ് പെടുന്നത്. അങ്ങനെ ഞാൻ ഈ കഞ്ഞും ചെറുപയറൊക്കെ കഴിച്ചാണ് വീട്ടിലേക്ക് പോയിട്ടാണ് വൈകുന്നേരം നല്ല രീതിയിനകത്ത് എൻ്റെ വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ചത്. ആ ഒരു രീതിയിനകത്ത് വീട്ടിൽ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സിറ്റുവേഷനകത്ത് ജീവിതം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തത്? നേരിട്ട് 4ാം ക്ലാസ്സിൽ സ്കൂൾ നിർത്തിയിട്ട് 3ാമത്തെ ദിവസം ഞാൻ മൈസൂരിൽ അലുവണ്ടാക്കുന്ന ഒരു ബാറ്ററി ജോലിക്ക് പോയാണ്. ബാറ്ററി ജോലിക്ക് പോയി 5 രൂപ സാലറി ചോദിച്ചിട്ട് പഠിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഒരു വരുമാനം കിട്ടിയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നേരത്തെ ഭക്ഷണം കഴിച്ച് പോകാനാണ്. കാരണം എന്തുകൊണ്ടാണ്? പാപ്പ ജയിലിൽ കുടിക്കുമ്പോൾ വലിയാപ്പ 10,000 രൂപ കൊടുത്തിട്ട് 2 പൈസ വാങ്ങിച്ചു. എന്നിട്ട് പാല് കറന്നിട്ട് മക്കളെ നോക്കിക്കോന്ന് പറഞ്ഞു. സ്റ്റിൽ മക്കളെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ 4ാം ക്ലാസ്സിൽ പോയിട്ട്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ മൈസൂർ ജോലിക്ക് പോയ സമയത്ത് ഒരു ജീവിതത്തിനകത്ത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇത് ഇന്ന പരിപാടിയാണ്. ഞങ്ങൾ ഫുൾ ആക്സിഡന്റ് അവർക്ക് ബാക്കിൽ കേൾക്കാൻ പറ്റില്ല. സൗണ്ടിക്ക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്താണ്. സോ ഈ മൈസൂർ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെ സ്വപ്നങ്ങളൊന്നുമില്ല. ഓരോ കുട്ടികൾ ഐസ്ക്രീം ഒക്കെ തിന്നുമ്പോൾ നമുക്ക് ഐസ്ക്രീം തിന്നാൻ പറ്റില്ല. മൈസൂരിൽ പോയാൽ മൈസൂർ പാക്ക് തിന്നണം അല്ലേ? മൈസൂരിൽ പോയി മൈസൂർ പാക്ക് തിന്നൽ കൂടി ഞായറാഴ്ച ഒരു മൈസൂർ പാക്ക് 2 ഞാനാണ് മൈസൂർ പാക്ക്. എന്നിട്ട് ഞാൻ മൈസൂർ പാക്ക് പൂജയൊക്കെ ഐസ്ക്രീം ഒക്കെ വാങ്ങി. കാരണം ആ ഒരു 5 രൂപ കിട്ടിയാൽ 150 രൂപ എല്ലാ മാസം അയച്ചുകൊണ്ടാൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ എക്സ്ട്രാ ഞാൻ എന്ത് ചെയ്യും? പീടി ഉണക്കുന്നൊരു പരിപാടി. അത് ഉണക്കാൻ ബാറ്ററി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മണിക്ക് കഴിഞ്ഞാൽ 2 രൂപ. ഈ 2 രൂപയ്ക്ക് എന്ത് ചെയ്യും? സൈക്കിളൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഐസ്ക്രീം അന്ന് ജീവിതത്തിനകത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു 800 കാറ് കണ്ട സമയത്ത് ഈ കാറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിങ്ങനെ ചിറ്റി കാണിച്ചപ്പോൾ തുടർന്ന് പോയിക്കൊടുക്കുക. നമ്മളെ പോലൊക്കെ കണ്ടാലാ മകനെ അവിടെ തൊഴിൽ. കാരണം അന്ന് 800 കാറൊക്കെ പുതിയ ഇറങ്ങണം. പക്ഷെ നമുക്ക് സ്വപ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ ജീവിതത്തിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ എന്തിനു വരണം? ജോലി ചെയ്തുകൊണ്ട് കാര്യമില്ല, ബിസിനസ് ചെയ്തിട്ട് കാര്യമുള്ളതിലേക്ക് ഞാൻ നാട്ടിൽ തിരിച്ചത്. നാട്ടിൽ കുറച്ച് ജോലിയൊക്കെ എടുത്ത് 21ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. ഏറ്റവും വലിയ അടിമാറ്റം 21ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചത് എന്തിനാ? പേരിൽ ഉമ്മാനെ നോക്കാം. പക്ഷെ ഞാൻ ഉമ്മാനെ നോക്കാം. ഒരു 10-45 സ്വർണ്ണയും വരുവായിട്ട് കച്ചവടം. മനസ്സിലായിട്ടില്ല? നമ്മൾ ബിസിനസ് ചെയ്യാൻ നമ്മൾ പല ആൾക്കാരും ഇന്നിപ്പം നിങ്ങളെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒന്ന് കണ്ടത് അങ്ങനെയാണ്.
അപ്പൊ നിങ്ങൾ ചോദിക്കും നമുക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല, അതൊക്കെ അതിന്റെ അടുത്ത് നമുക്ക് കഴിഞ്ഞപ്പോ അത് പോട്ടെ, അത് നമുക്കൊരു വിഷയമുള്ള കേസല്ല. നമ്മളെ ആവശ്യം ഇതായിരുന്നു. നമ്മളൊരു 45 പവൻ സ്വർണം കൊണ്ടുവന്ന് ഈ സ്വർണം ഞാൻ ഒരു 1.5 വർഷം കത്തിച്ച് നിന്നിട്ടില്ല. ഞാൻ കംപ്ലൈന്റ് വിട്ടിട്ട് ഞാൻ എന്തായിരിക്കും അവസ്ഥ? കംപ്ലൈന്റ് വിറ്റ് ഞാൻ ബിസിനസ് ചെയ്തു, അതൊക്കെ 8 നേരം പോയി. പിന്നെ എന്റെ ഭാര്യ നല്ലോ സ്നേഹിക്കൂലേ? എന്താ നിങ്ങൾ സ്നേഹിക്കുന്നോ? പിന്നെ എന്റെ ഭാര്യ ശരിക്കും എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, അതാണ് സത്യം കൊണ്ട് കൊല്ലാൻ കൊണ്ടുവന്നത് ജീവിക്കണം. കാരണം ഇങ്ങനെ ഇടങ്ങാറാക്കി. കാരണം ഓള് വന്ന് നിന്ന സമയത്ത് എന്റെ കോലൊക്കെ കണ്ടപ്പോൾ കരുതി അത് കുഴപ്പമില്ല. പിന്നെ വന്നപ്പോൾ അറിയുന്നത് എന്റെ പേര് വരെ എഴുതാൻ എനിക്ക് കഴിയില്ലാന്നുള്ളതോട് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, വന്ന സമയത്താണ് നമ്മളെന്ത് വീടിന്റെ ചുറ്റുവട്ടമൊക്കെ കുറച്ച് പറമ്പൊക്കെ ഉണ്ടാവും. പക്ഷെ പറമ്പ് വീട്ടിലുള്ളവർക്കാവും എത്തി നോക്കിയപ്പോ പറഞ്ഞത് വാപ്പക്കൊന്ന് 15 സെന്റ് സ്ഥലം സ്ഥലമുള്ളൂ, ബാക്കിയൊക്കെ ആപ്പറ്റാന്നുള്ളൂ മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ട് എന്റെ പെണ്ണുങ്ങളാണ് പെട്ടു. പിന്നെ ആ ഒരു സമയത്ത് പോകാൻ പറ്റില്ല. കാരണം എന്താ, ഇങ്ങോട്ട് വന്നാലല്ല, കാരണം പള്ളയിലൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റില്ല, പോകാൻ പ്രശ്നമാണ്. അവിടുത്തെ ഒന്നും ഓടാനും പറ്റുന്നില്ല. സത്യം പറയാൻ അന്നാ ഉള്ളിൽ കുടിച്ചില്ലെങ്കിൽ ഉറപ്പ് ഓടിട്ട് പോകും. അതുകൊണ്ട് ഓണം ചെയ്തു എന്റെ കൂടെ സഹിച്ച ഞാൻ വീണ്ടും അവിടെ കൊണ്ട് തിന്നില്ല. ഞാൻ വീണ്ടും ബിസിനസ് കടം വാങ്ങാൻ കടം വാങ്ങി എന്നിട്ട് ബിസിനസ് ലാസ്റ്റ് ഞാൻ വീടിന്റെ ആധാരങ്ങളെ പണം കഴിച്ചിട്ട് ഞാൻ ബിസിനസ് ചെയ്തു. അതിപ്പോ ഞാൻ ശരിക്കും ലോക്കായി. ഞാൻ ലോക്കായി. ആ ആധാരം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ ഫ്രണ്ട്സ് 15 സെന്റ് സ്ഥലത്തിനകത്തുന്ന 5 സെന്റ് സ്ഥലം എന്റെ പേരിലേക്ക് വിറ്റിട്ട്, എന്റെ പേരിലേക്ക് പാക്കി തന്നത് വിറ്റിട്ട് ഞാൻ കടബാധ്യത തീർത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് സാക്ഷ്യം വിടുക. എങ്ങനെ ബാങ്കിലെ ലോണ് തീർന്നാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ എന്റെ അനിയനും ജ്യേഷ്ഠനും പാടം കൂടി വന്നിട്ട് പറഞ്ഞു, നാളത്തെ ഒരു ദിവസം എനിക്ക് സമയം തരാം, എന്റെ 3 മക്കളേക്ക് ഇറങ്ങിക്കൊള്ളാം, ഞാൻ എനിക്കൊടുക്കില്ല, സ്ഥലമൊന്നുമില്ല. കാരണം ഇനിയുള്ള 10 സെന്റ് സ്ഥലം കൂടും, നമുക്കുള്ള 5 അത് കൊടുക്കും. കാരണം എന്റെ പോലെ അതാണ്. അതുകൊണ്ട് അത് നമ്മളൊന്നും പറഞ്ഞ് വിട്ടുന്നതാണ്. ഞാനെന്ത് ഓട്ടാൻ വിളിക്കാൻ ഞാൻ പറഞ്ഞു 2 ദിവസം സമയം തരും. കാരണം ഒരു വാടക കോട്ടേഴ്സ് വേണ്ടി, വാടക കോട്ടേഴ്സ് നോക്കി പറയാം. വാടക കോട്ടേഴ്സിൽ എന്റെ വൈഫിന്റെ കയ്യും 3 മക്കളെ കയ്യും പിടിച്ച് ഞാൻ ഇറങ്ങി. ആ വാടക കോട്ടേഴ്സിനകത്ത് ഞാൻ അനുഭവിക്കാനൊക്കെ അനുഭവിച്ചു. ഞാൻ സാമ്പത്തിക ക്രൈസിസ് എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള സംഭവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രയാസം, മനസ്സിനകത്ത് പ്രയാസം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പരിധി വരെയൊക്കെ പിടിച്ചു കാണല്ലേ. വീട്ടിനകത്ത് എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ഒറ്റ കേസിന്റെ മുകളിൽ എന്താണെന്നല്ല, ഞാന് ജോലിക്ക് വാടക കൊടുക്കണം, സെയിം ടൈം കറണ്ട് ബില്ലും അടക്കണം. ഈ 2 സാധനത്തിന് പൈസ ഇല്ലാത്ത സമയത്ത് വാടകക്കാരൻ വന്നിട്ട് വാടക ചോദിച്ച സമയത്ത് വൈഫ് അറിഞ്ഞ് കണ്ണൂർക്ക് പോയതാണ്, ആള് ഇവിടെ ഇല്ല, വന്നിട്ട് പൈസ ആൾ കൊണ്ടുവന്നിരുന്നത്. അത് കഴിഞ്ഞ് വാടകക്കാരൻ ആ കോട്ടേഴ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ എയർപോർട്ട് റോഡിന്റെ മുകളിലുണ്ടായിരുന്നു. അതിന്റെ ഇറങ്ങിയപ്പോണ്ട് ഞാൻ സ്കൂട്ടറിന്റെ മുകളിൽ. അപ്പൊ മൂപ്പര് ഇങ്ങോട്ട് തന്നെ കയറിയാന്ന് ചോദിച്ചു, പുതിയാപ്പിള എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. കണ്ണൂർക്ക് പോയി. ആ കണ്ണൂരിൽ തന്നെ ഇപ്പൊ ഞാനുള്ളത് തന്നെ. അപ്പൊ ഓള് ബേജാറൊന്നും വേണ്ട, എന്റെ പുതിയാപ്പിള ഇങ്ങനെ പോയത് ഞാൻ കണ്ടു, അവനോട് പൈസ ഇട്ടുന്നാണ്ട് വരാൻ പറയാം, അല്ലെങ്കിൽ അടുത്ത മാസം ഇറങ്ങേണ്ടി വരും. അത് കഴിഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തുണ്ട്, ഫീസ് ഊരിയിട്ട് പോവാ കാര്യത്തേക്ക്. അപ്പൊ എന്തായിരിക്കും, അത് കണ്ടിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛൻ മുകളിലെ കോട്ടേഴ്സ് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോയി അടച്ചോളാം, ആ ബില്ല് കിട്ടുന്നതിലേക്ക്. അത് കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞ് ഞാനൊരു 9 മണിക്ക് ഇങ്ങനെ വന്ന സമയത്തിന്റെ പെണ്ണുങ്ങൾ എങ്ങനെ ഉണ്ടാവും അല്ലേ? എന്നെ പൂമാലേക്ക് കുരിക്കും അല്ലേ? നല്ലോ അടിക്കാൻ കൈ വെച്ചിട്ടില്ല എന്നുള്ള കോലത്തിൽ എന്റെ പെരുമാറി. ഞാനൊരു അക്ഷരം വേണ്ടി ഞാൻ അപ്പോഴും പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അള്ള എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരുന്നത്, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കൂല. അങ്ങനെ പിന്നെ നമ്മൾ ഈ പൈസ ഇല്ലെങ്കിൽ നമുക്കും പ്രഷർ കൂടുമല്ലോ അല്ലേ? അപ്പൊ പിന്നെ 2 കൂട്ടന്മാരെ എന്തായിരിക്കും, രാത്രി 2:30 മണി വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2:30 മണിക്ക് ഇതൊന്ന് പ്രയാസപ്പെട്ട സമയത്ത് ഓളണ്ട് എഴുന്നേറ്റിട്ട് ഒരൊറ്റ ഓട്ടോ ഓടിയിട്ട് ഗേറ്റും തുറന്ന് ഗില്ലും തുറന്നിട്ട് ഒരൊറ്റ ഓട്ടോ ഓടി റോഡിന്റെ മുകളിലേക്ക് അവിടെ കിടന്ന് അങ്ങോട്ട് വീണു. അവിടുന്ന് ഞാൻ അവിടെ കിടന്നിട്ട് അവിടെ ഇരുത്തൂട്ട് വരാം, നേരെ ബെഡിലേക്ക് കൂടെ കിടക്കാം. ആ സിറ്റുവേഷൻ എനിക്ക് ഏറ്റവും ഓർമ്മ വന്നത് കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഞാൻ ചമ്പ്രവട്ടത്തു നിന്ന് ഞാൻ കാർ ഓടിച്ചിട്ട് വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയിൽ ഡിസ്ട്രിബ്യൂട്ടർമാർ 2 ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അപ്പൊ ഒരു പെണ്ണിനുണ്ട് റോട്ടിന്റെ മുകളിൽ നേരെ കൈ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടോ വ്യാപം അങ്ങനെ കൊണ്ടുവരുന്നു. ഇനിയപ്പുറത്ത് വൈക്കുണ്ട്, പെണ്ണ് കരയുന്നുണ്ട്. അപ്പൊ എനിക്ക് സംഭവം ഓടി. ഓര് പറഞ്ഞു പ്രയാസം ഉണ്ട് തന്നെ, ഒരു പ്രയാസമില്ല, പ്രയാസത്തെ ഞാൻ അനുഭവിച്ച പ്രയാസമാണ്.
കാരണം നമ്മൾ പോവാ ഇനി അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല, നമ്മൾ കണ്ണി ഒഴിക്കേണ്ടി വരും. അപ്പൊ നമ്മളതിനെന്തില്ല നമ്മൾ പോവാ. സംഭവം യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ എന്തോ പ്രയാസം ഉണ്ടായിട്ട് ബൈക്കിൽ മറ്റു ചാടുന്നറിയില്ല പെണ്ണുകൾ എന്ന മാതിരി ചാടി കൂടിയതാണ്. അപ്പൊ അതിന് പിടിച്ചു വെച്ച് കൊണ്ടുവരാൻ സാധിക്കും. സോ നമ്മൾ മനസ്സിലാക്കി എനിക്ക് അതും കൊണ്ട് ഓൾറെഡി ഞാൻ അവരോട് പറഞ്ഞ എന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം അന്നാണ് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ തീരുമാനം എടുത്തത് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടേ പറ്റും, അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തു, നല്ല ഹാർഡ് വർക്ക് ചെയ്തു, ജോലി ചെയ്തു, പല ജോലി ചെയ്തു. പക്ഷെ ജോലി ചെയ്താൽ എവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി നാട്ടുകാരും പള്ളി കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ഒരു വീട് എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ പണിയൊന്നും തീർന്നില്ല. അപ്പോഴാണ് 2018 ഈ മൈലേജ് സ്റ്റോർ ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിനകത്ത് വരുന്നത്. ആ സമയത്ത് ഓൾമോസ്റ്റ് വീട് എടുത്തതിനകത്ത് 4.25 ലക്ഷം രൂപ ലാബിലിറ്റി ഉണ്ട്. അത് കൂടാതെ 5 പേർക്ക് കൊടുക്കാതെ വേറെ 2 ലക്ഷം രൂപ ലാബിലിറ്റി ഉണ്ട്. ഈ കണ്ടീഷനകത്താണ് മൈലേജ് സ്റ്റോർ ബിസിനസ്സിനകത്ത് വരുന്നത്. ഞാൻ ഈ മൈലേജ് സ്റ്റോർ ബിസിനസ് പൂർവാധികം ശക്തിയോടുകൂടി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ സമയത്തിന്റെ ഭാര്യ എന്താ പറയാ, നല്ല മനുഷ്യനാണല്ലോ, നല്ല പൊയ്യാപ്പളങ്ങൾ പോയി കഞ്ഞി ചെയ്തോളിന്നറിയാം. ഇന്നോടിന്റെ ഭാര്യ പറഞ്ഞ ഏക വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇനിയൊരു കച്ചവടം നിറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട് കണ്ടെത്തണ്ട. അങ്ങനെയല്ല, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കച്ചവടം ചെയ്ത് നശിപ്പിക്കാനൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനിങ്ങളൊരു കച്ചവടത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അതാണ് സത്യം. ഞാൻ ഒന്നല്ലെങ്കിൽ ഞാൻ ലോഡ് പോകും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇനി ബിസിനസ് ഒന്നും വരുത്തുന്നതിനെ ഓടിയാണ്. പക്ഷെ ബിസിനസിന്റെ ഫ്യൂച്ചർ മനസ്സിലായ സമയത്ത് ഞാൻ ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച് ചെയ്യാൻ വേണ്ടി രാത്രി വൈകുന്നേരം ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന സമയത്ത് അത് എനിക്കാണെങ്കിൽ ഭയങ്കര എന്താണ് ഈ നെയ്ച്ചോറ് പോത്തർച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ പടച്ചോനായി അതിൻ്റെ പ്രിയ എൻ്റെ വൈഫാണെങ്കിൽ ഉമ്മി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ കയ്യുത്തി ഒരു ഉള്ള തൊള്ളേക്ക് ഇട്ടപ്പോഴാണ് ഓള് വന്നിട്ട് അവിടെ നിന്നിരുന്നത്. നിങ്ങൾക്ക് സ്നേഹമല്ലേ പുതിയല്ലേ, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവില്ല. അല്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിപാടിയാ ഇത് തുടങ്ങി ചോദിച്ചിരുന്നു. ഞാൻ കരുതിക്ക് വെറുപ്പിക്കില്ല, ഞാൻ തിന്നട്ടെ. നിങ്ങൾക്ക് ഞാൻ വെറുപ്പിച്ചല്ലേ, നിങ്ങൾക്ക് ഞാൻ തന്നെ പണ്ടത്രയും അത്യാവശ്യം പറഞ്ഞാൽ തുടങ്ങി. ഞാൻ ആ ചോറൊക്കെ പാടാം അവിടെ കിട്ടി. ഞാൻ പോയി ഞാൻ പോയി സോഫ സെറ്റ് പോയിട്ട് അവിടെ ചോദിക്കും. അവിടെ വന്നപ്പോ ഇതൊക്കെ മൂടി വെച്ചിട്ട് കയ്യൊക്കെ പോലെ നിന്നില്ല, ഇതൊക്കെ മൂടി വെച്ച് കഴിഞ്ഞ് വന്നിട്ട് കിട്ടും എന്തെങ്കിലും അവിടെ ഇങ്ങോട്ട് വാങ്ങി ഞാൻ പെട്ട് പോയിട്ടാന്ന് പറഞ്ഞിട്ട് തുടങ്ങി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് ഇന്നത് രണ്ടാവുമ്പോ ഇങ്ങനെ പ്രഷർ നമുക്കുണ്ടല്ലോ പ്രഷർ, പൈസ ഇല്ലാത്ത പ്രഷർ, ഇത് ചെയ്തോടെ രക്ഷപ്പെടണം എന്നുള്ള പ്രഷറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ എന്റെ വൈഫിനോട് എന്റെ ഉമ്മനോട് പറഞ്ഞു ഇത് ഇവിടെ വെച്ച് നിർത്തി പോകണമെന്നാണ്. എന്നോട് ഒച്ച കണ്ടപ്പോ ഇവരൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞാല ശരിയെ ഈ വാക്ക് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ലെങ്കിൽ അന്നെ ഒഴിവാക്കേണ്ട നല്ല അൽത്താഫ് ഒഴിവാക്കും. മുന്നോട്ട് വെച്ച കാലം അൽത്താഫ് ഇന്ന് വരെ ചരിത്രം ബാക്കോട്ടേക്കാണ്. ഇതൊക്കെ നല്ല ചോദാത് കൈകോട്ടെ. എന്റെ പെണ്ണുങ്ങളുടെ അപ്പൊ ഒരു പോക്കും ആ പോയ സ്ഥലത്ത് ഇന്നും തൈരുമ്പോൾ ഒരു സാധനമില്ല. ആ പോക്കാണ് പോയതിന്റെ പോലെ 7 ദിവസത്തിന്റെ കൂടെ കണ്ടോ. ആ 7 ദിവസത്തിന്റെ കൂടെ എന്റെ പെണ്ണുങ്ങൾ കണ്ടോ. ഞമ്മക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, ഇത് കൈ കാലം വേർത്തിടാൻ നമുക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മൾ ജീവിതത്തിൽ പഠിച്ചോണ്ടിരുന്നത്. ഇതാണെങ്കിൽ വലിയ ഇടങ്ങേറുവാണ്. ഞാൻ എന്നും ഇങ്ങനെ നോക്കും, കണ്ണിങ്ങനെ ഉറപ്പിരുമ്പോൾ പൊന്തി നോക്കും വരുന്നുണ്ട്. അത് ആര് വരുന്നു ജമ്മുണ്ടെങ്കിൽ ഈ സാധനങ്ങൾക്ക് അടിക്കണം. നമ്മൾ എന്ത് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുത്തു. കുറച്ചിങ്ങനെ കാട്ടിക്കൊടുത്തപ്പോ ഇത് 350 റുപ്യ ആട്ടിക്കൊടുത്തപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ 7 ദിവസം പണിയിട്ട് 350 ആട്ടിക്കൊടുത്ത ഒരു വിച്ചാണ്. പിറ്റേ ആഴ്ച നമ്മൾ പൈസ ആട്ടിക്കൊടുത്തു. അപ്പൊ 3500. അപ്പൊ ഇങ്ങനെ ഒരു നോട്ടം പോയി. പക്ഷെ പിറ്റേത്തെ ആഴ്ച ഞാൻ 7000 ചില്ല രൂപ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ അപ്പൊ ഓള് വന്നിട്ട് ബെഡിന്റെ മുകളിലുള്ള ശീലൊക്കെ ഒന്ന് തട്ടിയിടല്, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരാക്കിയിടല്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂടെ കിടക്കുന്നത് കാര്യത്തിലായി കട്ടിട്ട് ഓള് പോയി മുളഞ്ഞില്ല. പിറ്റേ ദിവസം വന്നിട്ട് എന്ത് ചെയ്തു, എന്നാ വാതിന് കുറ്റിയിട്ടെ അപ്പ സമാധാനായി. അന്ന് മുതൽ എന്ത് ചെയ്ത് കൂടെ ഒരിപ്പിച്ചു കൊടുത്തിയതാണ്. എന്നിട്ട് ഞാൻ ഓളോട് പറഞ്ഞ ഒരു കാര്യം എന്ത് പുനരശ്ശേരി എന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രയാസം ഞങ്ങളുടെ ലൈഫിനകത്ത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 2 വർഷം ശരി എനിക്ക് തരികയാണെങ്കിൽ 2 വർഷം കൊണ്ട് എന്റെ ലൈഫിനകത്ത് എന്ത് ആഗ്രഹിക്കണ എല്ലാ സ്വപ്നങ്ങളും എത്താൻ വേണ്ടി തരുക. അപ്പൊ നിങ്ങളെന്റെ വാക്കെന്താണെന്നറിയോ, നിങ്ങളെനിക്ക് വിശ്വാസമൊന്നുമില്ല, നിങ്ങളെനിക്കൊരു വിശ്വാസമൊന്നുമില്ല. വരുമാനം കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്.
പക്ഷെ എന്തെന്നാലും ശരി നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് നേടിത്തന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എന്നെ 2 കൊല്ലത്തിന് വിടാനും പറ്റും. അവന്റെ വൈഫ് ഞാൻ വിടാൻ ഞാൻ എഗ്രിയാണ്, പക്ഷെ 2 കൊല്ലം കൊണ്ട് നേടിയിട്ടില്ലെങ്കിൽ ഇതൊരു വർദ്ധനാണ് അല്ലെ. നേടി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചോദിച്ചു എന്താ നിങ്ങളെ തീരുമാനം? എന്താണ് ശരി പറയുന്നത് അത് കട്ടൻ റൈറ്റ് ആയിട്ട് എന്താ കേൾക്കുന്നത്. എനിക്ക് കൊല്ലിനേക്ക് സമ്മാനം ഗൾഫുക്ക് പറഞ്ഞേക്കാം. എന്റെ ഭാര്യ പറഞ്ഞ ഏക വാക്കുന്നുള്ളൂ, പിറ്റേന്ന് ഞാൻ ഇവിടെ കയറ്റി വിടും പറഞ്ഞു. ഇവിടെ നിർത്തുക, പിറ്റേന്ന് കയറ്റി വിടും. 2 വർഷം കഴിഞ്ഞാൽ പിറ്റേന്ന് കയറ്റി വിടുന്നതാണ്. ഞാൻ പറഞ്ഞ അന്ന് തുടങ്ങി. അന്നാണ് സുരേഷ് സാർ തേടി നിന്റെ അടുത്തേക്ക് വരുന്നത്. സുരേഷ് സാർ വരുമ്പോൾ എന്നോട് ചോദിച്ച പണി എന്താണല്ല, നിങ്ങള് ഈ കോലത്തിൽ എന്റെ കൂടെ പണിയെടുക്കാൻ പറ്റൂല. എന്താ എന്റെ കോല അങ്ങനെ. ഇപ്പൊ നിങ്ങളിന്ന് നോക്കുമ്പോ സൂട്ടും കൂട്ടും നല്ല ഷർട്ടും കുപ്പായും ഒക്കെ ഉണ്ട്. അന്ന് നമ്മൾ ഇട്ടിഞ്ഞത് ഒരു അപായബദ്ധ ചെരുപ്പും ഒരു വെള്ള തുണി പാന്റ് നിർത്തിയിട്ട് 8 വർഷമായിരുന്നു. ഒരു ലിനന്റെ ടൈപ്പ് ഷർട്ടും അങ്ങനെ ചുളിഞ്ഞ നിൽക്കുക. ഇതൊക്കെ കണ്ടപ്പോ മൂപ്പര് ഞാൻ മോത്തിക്കുന്നത് ഏകണ ബംഗാളി ഒന്നും ഒരു കാര്യമൊക്കെ വെച്ചിട്ട് ഒരു ബംഗാളി ഒന്നും. എന്നിട്ട് മൂപ്പരിനോട് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പരോട് ഞാൻ മാറ്റിക്കോളാം, എനിക്കൊരു 3 മാസത്തെ സമയം. ഈ കമ്പനി നല്ലതാണോ, പ്രൊഡക്റ്റ് നല്ലതാണോ, ഓർഗനൈസേഷൻ നല്ലതാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. നിങ്ങൾ ഓടുന്നേക്കാളും സൂപ്പർ ഞാൻ ഓടുന്നു. 90 ദിവസം മീഡിയ ഫ്രണ്ട്സ് ആരെയും നോക്കി ബിസിനസ്സിനകത്ത് ഓടി 1,05,000 രൂപ മീഡിയ ഫ്രണ്ട്സ് ബിസിനസ്സിനകത്ത്. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്ത് ഈ ബിസിനസ്സിനകത്ത് കൂടെ വരുമാനം കിട്ടും. അന്ന് പോയി കഴിഞ്ഞാൽ അൽത്താഫ് പോയിട്ട് എന്ത് അന്നാണ് അൽത്താഫ് എന്ത് ചെയ്തത്? ട്രൗസർ ഉണ്ട്. ട്രൗസറല്ല, പാൻറ്, മറ്റേ ട്രൗസറല്ല. അതുകൊണ്ട് പാൻറ്റും കുപ്പായും മിഠായിക്കരുത്ത് പോയിട്ട് മര്യാദ 1400 രൂപക്ക് 2 പാൻറ്, 2 ഷർട്ട്, 1 ബെൽറ്റ്, 1 ഷൂ, 1 ബാഗും വാങ്ങിച്ചിട്ടാണ് അൽത്താഫ് പണിയെടുക്കുന്നത്. ഷൂ വാങ്ങിച്ചിട്ട് അത്ര 300 രൂപ. ഇന്ന് ഓർമ്മണ്ട് കോഴിക്കോട് GTS നടക്കുന്ന സമയത്ത് മലബാർ ഇന്നില് ഞാൻ അന്ന് ദുബായ് ക്വാളിഫൈ ചെയ്തിട്ട് ATC ലെവലിൽ ക്വാളിഫൈ ചെയ്തിട്ട് സ്റ്റേജിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഓടിച്ചില്ല. ആ കേറുന്നതിന് ഈ ഷൂസിന്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, അതാണ് വെച്ചത്. അത് അടിമ വെച്ചു. കാരണം 300 ഷൂസ് അത്യാവശ്യം കിട്ടും. അത്യാവശ്യം കൊടുക്കുന്ന ആലോചിച്ച് നോക്കിയാൽ ആകെ കുറഞ്ഞ ദിവസം കിട്ടും. എന്നിട്ട് വേഗം ഞാൻ അവിടെ അയച്ചിട്ട് എന്റെ ഡബിൾ എന്റെ ഷൂസ് ഉണ്ടാകും. എന്നിട്ട് ഷൂസ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നത് നന്നായി ദുബായ് ക്വാളിഫിക്കേഷനിൽ ഞാൻ കയറി. എന്നാൽ ഇന്ന് മീഡിയ ഫ്രണ്ട്സ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് 1400 രൂപയ്ക്ക് ഈ ഷർട്ടിന്റെ കൈ വാങ്ങാൻ കിട്ടുന്നു. ഇന്നിട്ട് കയ്യിന്റെ ഷർട്ട്. കാരണം എന്താ, ഈ ഷൂട്ടിന്റെ കൈ തയ്ക്കാൻ 1400 രൂപയ്ക്ക് കിട്ടുന്നു. ആ ലെവലിലേക്ക് എന്ത് ചെയ്തു? കഴിഞ്ഞ 7 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? MI ലൈഫ് സ്റ്റൈലിൽ അതുകൂടെ ഗ്രോത്ത് ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ ആരും മുറുക്കി ഇറങ്ങി പാൻറ്റും കുപ്പായിട്ട് പണിക്കാർക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവുക. പാൻറ് കൂട്ടപ്പോ പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഇൻഷേർട്ടൊക്കെ ചെയ്യാം, ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്, നാട്ടുകാർക്ക് ഇഷ്ടമാവുക. ഞാൻ ഇറങ്ങി, എനിക്കൊന്നും ഓർമ്മയുണ്ട്, പൾസർ 4 ചവിട്ട് വേണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഉള്ളിൽ നിന്ന് ഇറങ്ങുക. ബാഗ് തന്നെ മറ്റേ ബാഗാണ്, ഒരു ബാഗ് കൂടി ഇരുന്ന നിങ്ങൾക്ക് ആ ടൈപ്പ് ബാഗാണ്. അത് ഇട്ടു ഇറങ്ങിയ സമയത്ത് അങ്ങേപ്പുറത്ത് മതിലിന്റെ എത്തി നിന്നിട്ട് അയൽവാസി സ്കൂൾ പോകാണോ അത് പാൻറ്റൊക്കെ കാലൊക്കെ രണ്ടെണ്ണാക്കിയിട്ടല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വേണ്ടി ഞാൻ പോയി. ഈ രീതിയിലാണ് നാട്ടിലൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിറങ്ങിയത് അതിന്റെ അർത്ഥം കാണാതെ അൽത്താഫ് കേറില്ല. ഇറങ്ങി മീഡിയ ഫ്രണ്ട്സ് സുരേഷേട്ടും ഞമ്മമാരെ ഒരു 90 ദിവസം ഒരു പിടുത്തം പിടിച്ചു. 90 ദിവസം കൊണ്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യണ്ട, ഇനി എന്റെ അടുത്ത് നിങ്ങൾ വേണ്ട, ഇനി ഞാനെടുക്കും. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞ വാക്കിട്ട് ചോദിച്ചു നോക്കണ്ടേ, ഇച്ചിന്റെ ഭീകരാ, ഇച്ചി അന്റെ അടുത്ത് പൈസ കിട്ടിയാലേ എനിക്ക് പൈസ ഇട്ടുള്ളൂ എന്നാണ് മൂപ്പരിനോട് പറഞ്ഞ. കാരണം മൂപ്പര ഭീകരനകത്ത് ഒരാൾ ഞാൻ ബിസിനസ്സിനകത്ത് വന്ന ഞാൻ പറഞ്ഞ് ഓടിയും വരാത്തതിന് പേരിൽ കിട്ടുന്നില്ല, പൈസ കുറയില്ല. അത് നമ്മൾ പണിക്കിറങ്ങിയതാണ്. മൂപ്പർക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൂപ്പര ടാർഗറ്റ് ഇന്ത്യ അടുത്ത് വന്നാലും 35,000 രൂപന്റെ ബിസിനസ് ഉണ്ടാക്കിയിട്ട് പോകാനുള്ള ടാർഗറ്റില്ല. നേരം കൊടുക്കുമ്പോൾ മൂപ്പർ ഇന്ത്യ അടുത്ത് വരും. അത് ഉണ്ടാക്കിയിട്ട് മൂപ്പര ഒന്ന് പോരുള്ളൂ. പക്ഷെ മൂപ്പർക്ക് അത് കുറയാന്നില്ല. ഞാൻ പറയുന്നത് കൂടുതലാണ്ട് കുറയില്ല സുരേഷ്. കാരണം എന്താ, നമ്മൾ സ്വന്തം ഡയറക്ട് സെല്ലിങ്ങിനകത്ത് നമ്മൾ സ്വയം തീരുമാനം എടുക്കാതെ നമ്മളെ ലൈഫിനകത്ത് വിജയിക്കാൻ പറ്റില്ല എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ഇനീഷ്യേറ്റീവ് സ്വന്തമായിട്ട് എടുക്കണം. ഒരാളെ സപ്പോർട്ടിൽ ജീവിച്ചാൽ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഡെവലപ്പ് ആകുന്നതിനെ കുറിച്ച് അറിയാം. ഇറങ്ങി പണിയെടുക്കുമ്പോൾ ഫ്രണ്ട്സ് 5.5 മാസം കൊണ്ട് ഈ ബിസിനസ്സിനകത്ത് കൂടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിരുന്നു. 5.5 മാസം. കാരണം 11ാമത്തെ മാസം ഈ ബിസിനസ്സിനകത്ത് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2,10,000 അക്കൗണ്ട്. കൂടുതൽ തവണ ഇന്ന് 2,10,000 ഞാൻ അക്കൗണ്ടിനകത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
ഇന്ന് ഡബിൾ ID നാഷണൽ ടീം കോർഡിനേറ്ററാണ് ഞാൻ. എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ആഗ്രഹിച്ച, എന്റെ വൈഫ് ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും വേണ്ടി അവർ നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നതിന്റെ ശേഷം ഇന്ന് വരെ എന്റെ പെണ്ണുകൾ ഞാൻ തമ്മിൽ തെറ്റിയിട്ടില്ല. അപ്പൊ ഞാനാണ് എന്റെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കിയ ഒരു പാടാണ് എന്ത് കാര്യം. സാമ്പത്തിക ജീവിതത്തിന്റെ പ്രധാന ഘടകം സാമ്പത്തികം തന്നെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എന്റെ ലൈഫിനകത്ത് മനസ്സിലാക്കി. കാരണം എന്താ, നമുക്കൊക്കെ പറയും സ്നേഹം വിടർത്തുന്ന ആരാണ്? എന്റെ ഭാര്യ എന്ന് നമ്മൾ പറയും. ഒപ്പം മുമ്പ് ഞാൻ ഈ പാട്ട് വേണ്ടി എന്റെ തല കുറിച്ചിട്ട് പൂമുഖവാദ്യത്തിൽ സ്നേഹം വിടർത്തും എന്റെ ഭദ്രകാളി. അങ്ങനെ വരിക, തമാശ അങ്ങനെ വരിക. ബാധ്യത കണ്ടി തുറക്കുമ്പോ ഒരു സാധനം കണ്ടിട്ട് വരും. എന്നിട്ട് എന്താ ചെയ്യാം? സഞ്ജിമാരെ തിന്നോലിട്ടോലെന്ന് പറഞ്ഞു ഓടി പോയി ഓടി കിട്ടോ. നമ്മൾ പടം ചെയ്യാം, പാരി എടുത്ത് കുടിച്ച് വേണ്ടത് തിന്ന് കിടന്നു പറഞ്ഞാ ഇന്നോ ഇന്ന് വാതിൽ തുറക്കുമ്പോ തന്നെ ആ ചിരി കേട്ടാലാണ് കുട്ടികൾ. നിങ്ങൾക്ക് ദോശ വേണോ, അതോ ചപ്പാത്തി വേണോ, ഓംലേറ്റ് വേണോ? ഏത് കായ്ക്കാണെങ്കിൽ ഓംലേറ്റ്, അല്ലാതെ ഓംലേറ്റ് കായ്കളുണ്ടെങ്കിൽ ചൂടുള്ള ഓംലേറ്റ് വരും. രാത്രി 1 മണിയായും വരും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥ എന്റെ ഭാര്യക്കുള്ള സ്പേസ് സ്നേഹിക്കാൻ കൊടുത്ത് ഞാൻ അവർക്കും വേണം എന്ത്? ഫ്രീഡം വേണം. അവർക്കും ഫ്രീഡം വേണമെങ്കിൽ എന്ത് വേണം? അവരെ അക്കൗണ്ടിനകത്ത് പൈസ വേണം. അല്ലേ? അല്ലെ? അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം, ഇഷ്ടപ്പെട്ട ആലോചനയിൽ ഒത്തിരി പെണ്ണുങ്ങളില്ലേ? നിങ്ങളെന്താ കുടുംബത്തിൽ ഒരു പരിപാടിക്ക് പോകുമ്പോ നിങ്ങളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലോ എങ്ങനെ എല്ലായിടത്തും ഭയങ്കര ഒരു കഴിഞ്ഞ അല്ലെ? എന്താണ് 1 ലക്ഷം രൂപ ബാക്കിൽ ഉണ്ടാവുമ്പോ ജീവിതത്തിൽ ഒരു വ്യക്തിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താ? ഏറ്റവും വലിയ ധൈര്യം എന്താ? ഇപ്പൊ അക്കൗണ്ടിലെ ബാലൻസ് ആണ് ഇവിടെ ധൈര്യം. എല്ലാന്ന് പറഞ്ഞാൽ തെറ്റ്. അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, നമുക്ക് എവിടെ പോലും എന്ത് ചെയ്യാൻ ഒരു പ്രത്യേക ധൈര്യം അല്ലേ? ഞാൻ പറഞ്ഞ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞ 2 വർഷം കൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഒരു ചുരിദാർ കൊണ്ട് 3 കൊല്ലത്തെ പെരുന്നാൾ കഴിച്ചത് എന്റെ ഭാര്യ. അറിയോ? ആ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ഇന്നിന്റെ ഭാര്യ എന്തുവാണ് ഏത് വേണമെന്നുള്ളത് എന്നോട് പോലും ചോദിക്കാറില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിനകത്ത് എന്ത് ചെയ്യാം, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഇന്ന് ഞാൻ എന്റെ ലൈഫിനകത്തും ഞാൻ ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും ഈ ബിസിനസ്സിനകത്ത് ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ ഞാൻ നേടിയെടുക്കാൻ പറ്റും. കാർ ഈ ബിസിനസ്സിനകത്ത് ഇവിടെ 2 വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ബൈക്ക് 4 ബൈക്ക് 4 ബൈക്ക് കൂടുതൽ എന്തെങ്കിലും മക്കൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്വർണം ഈ ബിസിനസ്സിനകത്ത് ഒരു തരി സ്വർണം പോലെ എന്റെ വീട്ടിലില്ലായിരുന്നു. എന്തായി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഭാര്യക്കും മോൾക്കൊക്കെ സ്വർണ്ണങ്ങൾ കൊല്ലം എന്റെ ഭാര്യയ്ക്ക് ഞാൻ 1 പവൻ സ്വർണം വാങ്ങിച്ചു കൊടുത്തു. എല്ലാ കൊല്ലത്തിലും 1 പവൻ സ്വർണം. അത് എന്ന് വെഡിങ് ആനിവേഴ്സറി ഒന്നും ആയില്ല. കാരണം എന്താ, ഇപ്പോഴാണ് വെഡിങ് ആനിവേഴ്സറി നോക്കി നടക്കുന്നത്. കഴിഞ്ഞ 4 കൊല്ലം മുന്നേ വരെ ഒരു ബെഡിൽ ഒരു ആനിവേഴ്സറി ഇല്ല. കാരണം എന്താ, അങ്ങനെയായിരുന്നു ജീവിതം. പക്ഷെ ഇന്ന് ഷാർപ്പ് സമയത്ത് ഓർക്കാത്ത തന്നെ ഓടി ചിലപ്പോൾ ഓർമ്മിക്കൂല. നമ്മളുണ്ടല്ലോ എന്താ പറയുക, എന്തോ ഒരു കാര്യം എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്. എന്താണ് നമ്മൾ അറിയാതെ മുന്നേ കൊടുക്കുന്ന സാധനം? സർപ്രൈസ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഒരു കല്യാണം നടന്ന ദിവസം ചിലപ്പോൾ ഓർക്ക് ഓർമ്മയിലേക്ക് നമ്മൾ 1 പവൻ സ്വർണ്ണയിട്ട് കണ്ണൊക്കെ നടച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈവരട്ട് കൊടുക്കാനുണ്ടാവും. സുഖം ഉണ്ടാവുമോ? അപ്പൊ കിട്ടുന്ന ഒരു ഉമ്മണ്ട് മക്കളെ. ആ രീതിയിൽ കുറെ ഉമ്മ വാങ്ങിയാൽ അപ്പൊ ഞാൻ കൊല്ലം മരണം വേണം. അത് കിട്ടണമെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കോളി. ജീവിതത്തിന്റെ എല്ലാ ദാമ്പത്തിക ജീവിതത്തിനകത്തും സാമ്പത്തികം നഷ്ടമെന്ന് പറഞ്ഞതിന്റെ ഏക കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക കാര്യമുള്ളൂ, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഒരു സ്ഥലത്തും ഓഫീസിന്റെ വരും. കൊച്ചിയിൽ മാത്രം ഓഫീസുകൊണ്ട് വരും. ഇന്ന് ഓരോ മുക്കിലും മൂലയിലും ഓഫീസുണ്ട്. 2,10,000 കാണിക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലൊന്നും ഒരാളില്ലായിരുന്നു. ഇന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും, ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ കോഴിക്കോട് മാത്രമുള്ള മീറ്റിംഗ്, വേറെ എവിടെയും മീറ്റിംഗ് ഇല്ലായിരുന്നു. ഈ സെന്ററിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാനൊക്കെ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി കോയമ്പത്തൂർ കൊച്ചിയിൽ പോയിട്ടാണ് ഞാനൊക്കെ ബിസിനസ് ബിൽഡ് ചെയ്തെടുത്തത്. ഇന്ന് നിങ്ങൾ അമ്മാരത്ത് കയ്യെത്തും ദൂരത്ത് ഓഫീസുകളുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്. 2030 എന്നുള്ള വർഷത്തിനകത്തേക്ക് കമ്പനി ഏകദേശം 10,000 കോടി ടാർഗറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. ആണല്ലേ? ഈ സമയത്ത് നമ്മൾ എങ്ങനെ ഇറങ്ങണം? നിങ്ങൾ സക്സസ്ഫുൾ ആയ ആളുകളുടെ സ്റ്റോറി കേൾക്കി. ഞാൻ എന്റെ ലൈഫിനകത്ത് ഇന്നും കേൾക്കാറ് സക്സസ്ഫുൾ ആയ ആളുകളുടെ സ്റ്റോറി കേൾക്കും. അവരൊക്കെ സക്സസ്ഫുൾ ആയത് എങ്ങനെയാണ്? കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്. ഈ 3 കാര്യം ചെയ്തിട്ട് അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചത്. ഞാൻ എന്റെ ലൈഫിനകത്ത് ആഗ്രഹിക്കുന്നത് അതാണ് സംഭവം. കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഇതൊരു 5 വർഷം ചെയ്താൽ മതി. നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട.
നമ്മളൊക്കെ അനുഭവിച്ചതിന്റെ 100 ഇരട്ടി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഉറച്ച തീരുമാനമായിരിക്കണം. അല്ലാതെ ഇവിടുന്ന് പോയിട്ട് പുറത്ത് കണ്ടിറങ്ങിയാൽ ബലൂന്റെ വഴി ആകരുത്. ഇപ്പൊ നിങ്ങളൊക്കെ ഉഷാറാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ആളെ കിട്ടിയാൽ മുഴുകുന്ന അറിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നത് ആണല്ലേ. ഇപ്പോഴത്തെ അങ്ങോട്ട് ഇറങ്ങി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്നും ആവില്ല പെരയിൽ സിറ്റുവേഷൻ. ഈ സുഖമല്ല അവിടെ ചെല്ലുമ്പോണ്ട്, അവിടെ ചെല്ലുമ്പോൾ വേറെ കോലത്തിലാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും? ബലൂണിന്റെ കാറ്റ് ഇതുണ്ടാകരുത്. ആന വീഴുന്നത് കുതിര വീഴലുണ്ട്. കുതിര എങ്ങനെ വീഴുക? കുതിര വീഴുന്നത് കുതിരണിക്കും. ആനൊന്ന് വീഴുകാണി കുതിര മൂന്നുകൊണ്ടു എന്ന മാതിരി പൊന്തരുത്. കുതിര പൊന്തമാരി ചാരി നിൽക്കണം. നെഗറ്റീവ് കേട്ടാൻ പറ്റിയ അപ്പം പൊങ്ങിപ്പോണം. കാരണം നമ്മളൊക്കെ എനർജി നെഗറ്റീവ് കേട്ടാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റ് മോർ പീപ്പിൾ. അതെന്ന് അടുത്ത ആളെ പോയിട്ട് കാണാനാണ് ഈ നെഗറ്റീവ് വരുന്നത്. അങ്ങനെ നിങ്ങൾ ലൈഫിനെടുത്ത് ഒരു 5 കൊല്ലങ്ങളാണ്, 2 മുതൽ 5 വർഷം ആത്മാർത്ഥതയോട് കൂടി വിളിച്ച ആൾക്കാരെ കൈ പിടിച്ചാൽ ഇവിടെ സ്വർഗത്തിൽ ജീവിക്കാം. അങ്ങനെയുണ്ടല്ലോ. സ്വർഗത്തിന്റെ ബൈക്ക് മിനിയാന്നിങ്ങനെ രാത്രി കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കുന്നു. കാരണം എന്താ? ഞാൻ ഒരു കുടില് കെട്ടിയിട്ട് വാടക കോട്ടേഴ്സിന്റെ പൈസ ചോദിച്ചു. ഒരു കുടില് കെട്ടിയിട്ട് ഒരു 5 മുകളിൽ എന്തെങ്കിലും ഒരു ഓലപ്പര താമസിച്ചിട്ടുണ്ടെങ്കിൽ അയക്കുന്നുണ്ട് കൊണ്ടാൽ മതി, ഈ വാടക കോട്ടേഴ്സ് ഒന്ന് കൊണ്ടുപോകുന്നു ചോദിച്ചതാ. ഇന്ന് 2300 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ പണിയാണ് എന്ത് ചെയ്യുന്നത്? ഫിനിഷായിട്ട് പണി അന്ന് കൊടുക്കാണ്. ഇപ്പൊ മൈസ്ലാവിന്റെ വാർത്ത ഇന്നലെ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ. സോ ഞാൻ പറയുന്നത് നമ്മൾ ആദ്യത്തെ വീടിന്റെ മുകളിലേക്കുള്ള വർക്കാണ്. 1 രൂപ പോലും വൈലേഷൻ അല്ലാത്ത പെരുമാറിന്റെ കയ്യിനകത്തില്ല. പ്രോപ്പർട്ടി ബിസിനസിനകത്ത് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, വീടിനോട് ജാരിയുള്ള പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായി കഴിഞ്ഞാൽ 1 മാസം ഞാൻ എന്റെ ബൈക്കിന് കൊടുക്കുന്ന അന്ന് എന്റെ ബൈക്കിനോട് ഏത് നേരത്തിനോ കൂടെ ഇറങ്ങി പോലും എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു. എന്റെ മൂത്തോക്കിന്റെ ഭാര്യ എന്ത് ഏത് നേരത്തെ പോലെ ഏത് വിദ്യാഭ്യാസം ചെയ്തിരുന്നു ഇന്ന വന്ന് കണ്ടില്ല. 6 കണ്ടിട്ട് 7ാമത്താണ് നിങ്ങളെ കൂടെ പോകുന്നതിനാണ് നിങ്ങൾ ഗൾഫുകാരനല്ലാന്നുള്ളത് മനസ്സിലായവർക്ക് കൂടെ പോകാനാണ്. പക്ഷെ ഞാൻ നല്ല പെടലപ്പെട്ടു നിന്റെ ഭാര്യ നിങ്ങളുടെ മുഖത്തോക്കി പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു മടിയില്ല. ഞാൻ ഓളെ മുന്നോട്ട് പറയും, ഓളെ എത്തിയിട്ട് പറയും. പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാ മാസവും 49,000 52,000 രൂപ എല്ലാ മാസവും ഞാൻ കൊടുക്കും. എല്ലാ മാസം വൈഫിന്റെ ഞാൻ പറഞ്ഞുതരാം. മൊബൈൽ നമ്പർ വിളിച്ചു ചോദിച്ചിട്ട് എല്ലാ മാസവും 50,000 രൂപ ഓളെ അക്കൗണ്ട് വെച്ച ഓട് വെച്ച കുടികൾ സാധനം 20,000 കുരിയുണ്ട്, 2 10,000 കുരിയുണ്ട്, 2 ഗോൾഡ് കുരിയുണ്ട്. എല്ലാ ആഴ്ചയിലും 2,000 കൊടുക്കുന്ന കുരിയുണ്ട്. ഇത് നോക്കുന്ന സമയത്ത് 51,000 സംഖ്യ ഒരു മാസം കംപ്ലീറ്റ് അക്കൗണ്ട് കൊടുക്കും. അപ്പൊ എന്റെ പെണ്ണിനെ സ്നേഹിക്കുക. പിന്നെ എന്താണ് ഈ സ്നേഹം കിട്ടണമെങ്കിൽ ഒരു 5 കൊല്ലം വൈദ്യുതി നമ്മളെ കൂടെ കൊണ്ടു ചെയ്യും. അതിനാണ് നിങ്ങളെ വീട്ടിൽ പോയിട്ട് മനസ്സിലായില്ലേ? ഇതിന് കൂടെ നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവും. എവിടെ വരെ? നിങ്ങളെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം നേടിത്തരുന്നത് വരെ നമ്മൾ